അമേരിക്ക ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത സംഘർഷ സാഹചര്യം ആഗോള ഇന്ധന ഭക്ഷ്യവിപണികളെ വൻ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിത ഗതാഗതം തടസ്സപ്പെട്ടതോടെ അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണശേഖരം ചരിത്രത്തിലെ ഏറ്റവും റെക്കോർഡ് വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അന്താരാഷ്ട്ര നാണയനിധിയും ലോകബാങ്കും അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയും സംയുക്ത പ്രസ്താവനയിലൂടെ മുന്നറിയിപ്പ് നൽകി. ഉത്തരാർദ്ധഗോളത്തിൽ കടുത്ത വേനൽക്കാലം ആരംഭിക്കാനിരിക്കെ എണ്ണ ലഭ്യത കുറയുന്നത് ഇന്ധന സുരക്ഷയെയും ആഗോള സാമ്പത്തിക വളർച്ചയെയും വൻതോതിൽ ബാധിക്കും. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇറാന്റെ ഭീഷണികളെ മറികടക്കാനുമായി ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ ബദൽ എണ്ണ കയറ്റുമതി പാതകളുടെ വികസനം അതിവേഗത്തിലാക്കിയിരിക്കുകയാണ്. ലോകത്തിലെ ആകെ ഇന്ധന കയറ്റുമതിയുടെ 1/5 നടക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. എന്നാൽ ഇറാന്റെ ആക്രമണങ്ങളും ഭീഷണികളും കാരണം ഈ വഴി അപകടത്തിലായതോടെ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ പ്ലാൻ ബി പുറത്തെടുത്തു കഴിഞ്ഞു. ഈ നീക്കത്തിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കുന്നത് UAEയിലെ ഫുജൈറ എനർജി ഹബ്ബാണ്. ഹോർമൂസ് കടലിടുക്കിന് പുറത്ത് രാജ്യത്തിന്റെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഫുജൈറ വഴി ഒമാൻ കടലിലേക്ക് നേരിട്ട് എണ്ണ എത്തിക്കാൻ സാധിക്കും. അബുദാബിയിൽ നിന്നും ഫുജൈറയിലേക്കുള്ള എണ്ണ പൈപ്പ് ലൈൻ നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇന്ധന ശൃംഖലയായി മാറിയിരിക്കുകയാണ്. ഇതിനു പുറമെ സൗദി അറേബ്യ തങ്ങളുടെ കിഴക്കൻ എണ്ണപ്പാടങ്ങളിൽ നിന്നും ചെങ്കടൽ തീരത്തേക്ക് ഇന്ധനം എത്തിക്കുന്ന ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ പദ്ധതിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒമാനിൽ പുതിയ സംഭരണശാലകൾ നിർമ്മിക്കാനും ആലോചനയുണ്ട്. ആക്രമണ ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിട്ടില്ലെന്നാണ് പ്രമുഖ സാമ്പത്തിക സ്ഥാപനമായ JP മോർഗന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. നിലവിൽ പ്രതിദിനം ശരാശരി 25 കപ്പലുകൾ ഈ വഴി കടന്നുപോകുന്നുണ്ട്. പല വാണിജ്യ കപ്പലുകളും തങ്ങളുടെ കൃത്യമായ സ്ഥാനം വ്യക്തമാക്കുന്ന AIS സംവിധാനങ്ങൾ ഓഫാക്കിയോ അല്ലെങ്കിൽ ഒമാൻ തീരത്തോട് ചേർന്നു മാത്രമോ ആണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. US മിലിറ്ററി ഈ കപ്പലുകൾക്ക് ആവശ്യമായ സുരക്ഷാ ഏകോപനവും രഹസ്യ നിരീക്ഷണവും നൽകുന്നുണ്ടെന്നാണ് വിവരം. ഇന്ധനവില വർധനവും വളത്തിന്റെ ക്ഷാമവും ഇന്ത്യ, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ, തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ കാർഷിക മേഖലയെയും ഭക്ഷ്യസുരക്ഷയും സാരമായി ബാധിച്ചു തുടങ്ങി. വിതരണ ശൃംഖല തകർന്നതോടെ വളത്തിന്റെ വില കുതിച്ചുയരുകയാണ്. സംഘർഷം മൂലം ആഗോള സാമ്പത്തിക വളർച്ചയിൽ ഇടിവുണ്ടായതായി IMF മേധാവി വ്യക്തമാക്കി. പ്രതിസന്ധി നേരിടുന്ന പാവപ്പെട്ട രാജ്യങ്ങളെ സഹായിക്കാൻ $20 ബില്യൺ മുതൽ $50 ബില്യൺ വരെ സാമ്പത്തിക സഹായം വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. നിലവിലെ സാമ്പത്തിക തകർച്ച മറികടക്കാൻ ബംഗ്ലാദേശ് ഇതിനോടകം തന്നെ IMFനോട് അടിയന്തര ധനസഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തി സംഘർഷം കനക്കുകയാണ്. ഇറാനിലെ തന്ത്രപ്രധാനമായ ഹിഷം ദ്വീപിന് നേരെ അമേരിക്ക മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇതിന് തിരിച്ചടിയായി കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണവും നടത്തി. അതിനിടെ ഈ പ്രതിസന്ധികൾക്കിടയിലും ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ ഒരു ഇറാൻ എണ്ണ ടാങ്കറിന് നേരെ US സെൻട്രൽ കമാൻഡ് മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് പുതിയ സംഘർഷങ്ങളുടെ തുടക്കം. ആക്രമണത്തിൽ കപ്പലിന്റെ എഞ്ചിൻ റൂം തകർന്നു. ഇതിനു പിന്നാലെ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇതോടെയാണ് ഹോർമൂസിനോട് ചേർന്ന് കിടക്കുന്ന ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലയായ ഹിഷം ദ്വീപിന് നേരെ US സെൻട്രൽ കമാൻഡ് വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ദ്വീപിലെ വാർത്താവിനിമയ ടവറുകളും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളും തകർത്തതായി അമേരിക്ക അവകാശപ്പെടുന്നു. ഹിഷം ദ്വീപിലെ അമേരിക്കൻ ആക്രമണത്തിനു പിന്നാലെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ശക്തമായ പ്രത്യാക്രമണം നടത്തി. ബഹ്റൈനിലെ മനാമയിലുള്ള അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ കേന്ദ്രത്തിന് നേരെയും കുവൈത്തിലെ അമേരിക്കൻ സൈനികരുടെ താമസ കേന്ദ്രങ്ങൾക്കും വ്യോമത്താവളങ്ങൾക്കും നേരെയുമാണ് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചത്. 3 ദിവസത്തിനുള്ളിൽ ഇത് 2ാം തവണയാണ് കുവൈത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. എന്നാൽ തങ്ങളുടെ രാജ്യത്തേക്ക് വന്ന ഡ്രോണുകളും മിസൈലുകളും ഫലപ്രദമായി പ്രതിരോധിച്ചതായി കുവൈത്തും ബഹ്റൈനും വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ താൽപര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് അമേരിക്കൻ, ഇറാൻ സൈനിക നേതൃത്വങ്ങൾ പരസ്പരം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.